നമസ്കാരം. ഇന്ന് നമ്മൾ വളരെ പഴയൊരു വിഭവമാണ് കേട്ടോ ചെയ്യണത്. പപ്പടക്കാളൻ എന്നാണ് ഇതിന്റെ പേര്. പേര് കേൾക്കുമ്പോൾ കാളം പോലെയാണെന്ന് ആരും വിചാരിക്കേണ്ട. കാരണം എന്താ വെച്ചാൽ ഇതിൽ തേങ്ങയില്ല, അതുപോലെ തൈരുമില്ല. അപ്പോൾ തേങ്ങയും തൈരും ഇല്ലാതെ എന്ത് കാളൻ എന്നല്ലേ. ഇതാണ് പണ്ട് എനിക്ക് ഇത് കാണുമ്പോൾ എത്ര പേർക്ക് ഇത് അറിയാമെന്ന് എനിക്ക് വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ. കാരണം അത്രയും പഴയൊരു വിഭവമാണ്. വായ്ക്ക് നല്ല രുചിയായിട്ട് നല്ല ചൊടിയായിട്ട് ഊണ് കഴിക്കണമെന്ന് തോന്നുമ്പോഴേ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു വിഭവം കൂടിയിട്ടാണ്. ഇപ്പം നമുക്ക് പനി വന്നിരിക്കുന്ന സമയത്തോ അല്ലെങ്കിൽ ഒന്ന് വയ്യാണ്ടിരിക്കുന്ന സമയത്തോ ഒക്കെ നമുക്കൊന്നും കഴിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ഇത് ഉണ്ടാക്കി കഴിച്ചു നോക്കൂ. ആ കുരുമുളകിൻ്റെ സ്വാദും എരിവും മാത്രമാണ് ഈ കൂട്ടാനിലുള്ളൂ. വേറെ എരിവിന് വേണ്ടിയിട്ട് ഒന്നും ചേർക്കണ പോലും ഇല്ല. പിന്നെ ഉള്ളത് പപ്പടവും പിന്നെന്താ കഷ്ണം എന്താ വെച്ചാൽ അതുമാണ്. വേറെ നമ്മൾ പരിപ്പ് ചേർക്കുക, തേങ്ങ അരയ്ക്കുക, അല്ലെങ്കിൽ തൈര് ചേർക്കുക, അങ്ങനെയൊന്നുമില്ല. കൂടുതലും ഞാൻ പറയണില്ല. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഇത് ഇത്തിരി എടുത്തിട്ട് കൂട്ടി കുഴച്ച് ഉണ്ടാലുണ്ടല്ലോ, അത് സ്വർഗ്ഗമാണ്. ആദ്യം നമുക്ക് കുക്കറിലേക്ക് ഒരു ചെറിയ കഷ്ണം ചേനയും അതുപോലെ കായയും എടുക്കാം. ഇനി ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്ന കഷ്ണങ്ങൾ എന്ന് പറഞ്ഞാൽ വെള്ളരിക്ക, കുമ്പളങ്ങ, ചേന, കായ. ഇതിൽ എല്ലാം മിക്സ് ആക്കി എടുക്കാം, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉള്ളതുപോലെ എടുക്കാം. പക്ഷെ ഇതല്ലാത്ത വേറൊരു പച്ചക്കറിയും ഇതിനു വേണ്ടി എടുക്കില്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, അതായത് മഞ്ഞ കളറിൽ അല്ല വേണ്ടത്, ഒരു ചെറിയ കറുത്ത നിറമാണ്. അതുകൊണ്ട് തന്നെ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർത്താൽ മതി. കുരുമുളക് പൊടിയാണ് ഇതിൽ വേണ്ടത്. സാധാരണ നമ്മൾ ചേർക്കണേക്കാളും ഒരു ഇത്തിരി കൂടുതലായിട്ട് ചേർക്കുക. ഇപ്പം ഇത് ഇത്തിരി കഷ്ണമല്ലേ ഉള്ളൂ. ശരിക്കും പറഞ്ഞാൽ ഒരു 1/2 ടീസ്പൂൺ മതിയാവും. പക്ഷേ നമ്മളൊരു 1 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. കുരുമുളകിൻ്റെ സ്വാദും ആ ഒരു നിറവും കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. എരിവിന് വേണ്ടിയിട്ട് വേറെ പച്ചമുളകോ ഒന്നും നമ്മൾ ചേർക്കണില്ല കേട്ടോ. ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്തിട്ട് വെള്ളം ഒഴിച്ച് പാകത്തിന് ചേന വേവണത് വരെ, എനിക്ക് തോന്നുന്നു ഒരു 3-4 വിസിലടിച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ചേന കഷ്ണം ആയതുകൊണ്ട് കുറച്ച് വേവാൻ താമസമുള്ളതുകൊണ്ടാണ് നമ്മൾ കുക്കറിൽ വേവിച്ചതിന് ശേഷം കച്ചട്ടിയിലേക്ക് മാറ്റാമെന്ന് വിചാരിക്കുന്നത്. പിന്നെ ചേന ആയതുകൊണ്ട് കുറച്ചധികം വേവുള്ളതുകൊണ്ട് തന്നെ പുളി ആദ്യമേ ചേർത്താൽ വേവില്ല. ഇപ്പോൾ ഇത് കുറച്ച് കഷ്ണമുള്ളതുകൊണ്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ വെള്ളമാണ് ചേർക്കുന്നത്. പുളിക്ക് ഒരു വേവുണ്ടല്ലോ. 2 മിനിറ്റ് പുളിവെള്ളം ഒന്ന് തിളച്ചതിന് ശേഷം വെന്ത കഷ്ണങ്ങൾ നമുക്ക് ഇതിലേക്ക് ചേർക്കാം കേട്ടോ. ആ പുളിവെള്ളം ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമ്മൾ വേവിച്ച് വെച്ച കഷ്ണം ചേർക്കുകയാണ്. ഇതിൽ കൊഴുപ്പിന് വേണ്ടിയിട്ട് പരിപ്പ്, തേങ്ങ അങ്ങനെയൊന്നും ചേർക്കാത്തതുകൊണ്ട് തന്നെ കഷ്ണങ്ങൾ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ ആ ചേനയുടെ കായയുടെ ഒക്കെ കൊഴുപ്പ് തന്നെ ഈ കൂട്ടാനും വന്നോളും ചെയ്യും കേട്ടോ. പിന്നെ ഉപ്പിടുമ്പോൾ നമ്മൾ ആദ്യം കുറച്ച് ഉപ്പല്ലേ ഇട്ടിട്ടുള്ളൂ. ഇനി ഉപ്പിടണ്ട. കാരണം എന്താ വെച്ചാൽ നമുക്ക് പപ്പടം ചേർക്കുമ്പോൾ പപ്പടത്തിൽ ഉപ്പുണ്ടാവും. അപ്പോൾ അത് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. ഇതൊന്ന് തിളച്ചോട്ടെ. ഒരു 4-5 പപ്പടം ഇതുപോലെ പൊട്ടിച്ച് കാച്ചുകയാണ് ചെയ്യേണ്ടത് കേട്ടോ. മുഴുവനോടെ കാച്ചിയിട്ട് പൊടിച്ച് ചേർക്കല്ല, ചെറുതാക്കിയിട്ട് പപ്പടം പൊട്ടിച്ചിട്ട് കാച്ചിയെടുക്കുക. ഇനി നന്നായിട്ട് ഇതിൻ്റെ കൂടെ ഇളക്കി യോജിപ്പിക്കുക. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഉപ്പൊന്നും കൂടി നോക്കിയാൽ മതി. പപ്പടത്തിൻ്റെ ഉപ്പ് ഇറങ്ങും അതിലേക്ക്. അതിന് ശേഷവും ഉപ്പ് പോരാന്ന് തോന്നുമ്പോൾ മാത്രമാണ് നമുക്ക് വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. ഇതൊന്ന് നന്നായിട്ട് യോജിച്ച് കഴിഞ്ഞാലേ തീ ഓഫ് ചെയ്യാം. എന്നിട്ട് പിന്നെ വറുത്തിടുകയും കൂടി ചെയ്യണം കേട്ടോ. അവസാനം കുറച്ച് വെളിച്ചെണ്ണയിൽ കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി വറുത്തിട്ട് കഴിഞ്ഞാൽ നല്ല അസല് പപ്പടക്കാളൻ റെഡി ആയിട്ടുണ്ട്.